അടുത്ത ദിവസം രാവിലെ ഗായത്രി കണ്ണു തുറന്നപ്പോൾ അവൾക്ക് വല്ലാതെ കുളിരു തോന്നി. നെറ്റിയിലെ മുറിവും തലേ ദിവസത്തെ ടെൻഷനും രാത്രി ഒരുപാട് കരഞ്ഞതുമെല്ലാം അവളുടെ ശരീരത്തെ ആകെ തളർത്തിയിരുന്നു. പതുക്കെ അവൾ ബെഡിൽ എഴുന്നേറ്റിരുന്നു. നെറ്റിയിലും ദേഹത്തു നിന്നുമൊക്കെ ചൂട് പുറത്തേക്ക് പ്രവഹിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് വല്ലാതെ ക്ഷീണം തോന്നി. മുറിവ് ഡ്രസ് ചെയ്തപ്പോൾ ആശുപത്രിയിൽ നിന്ന് തന്ന ടാബ്ലറ്റുകളിൽ ഒന്ന് പാരസെറ്റമോൾ ആയിരുന്നു. തലേ ദിവസം രാത്രി മുറിവിൻ്റെയും പനിയുടെയും മരുന്ന് കഴിച്ചിട്ടും പനി മാറിയില്ലല്ലോ എന്ന് അവൾ ഓർത്തു. ഇന്ന് കോളേജിൽ ഞാൻ എങ്ങനെ പോകും? ഇന്ന് വരില്ലെന്ന് സിമിയോട് വിളിച്ചു പറയാം, അവൾ ആലോചിച്ചു. സിമിയെ വിളിച്ചപ്പോൾ അവൾ ഫോൺ എടുത്തതുമില്ല. താഴെ മെസ്സിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ഒരു എനർജിയും അവൾക്ക് തോന്നിയില്ല. ഫോൺ എടുത്ത് സമയം നോക്കിയപ്പോൾ രാവിലെ 8 മണിയാകാൻ ആയിരുന്നു. പനി കുറയുകയാണെങ്കിൽ ഉച്ചയ്ക്കത്തെ ക്ലാസ് സെഷനിൽ കയറാമെന്ന് ഗായത്രി തീരുമാനിച്ചു. ബാത്റൂമിൽ പോയി ഫ്രഷ് ആയി വന്ന് അവൾ കിടക്കയിൽ വീണ്ടും മൂടി പുതച്ചു കിടന്നു. തലവേദനയിലും പനിച്ചൂടിലും അവളുടെ കണ്ണുകൾ വീണ്ടും അടഞ്ഞുപോയി. കുറച്ചു കഴിഞ്ഞ് സിമി ഗായത്രിയുടെ ഫോണിലേക്ക് വിളിച്ചുവെങ്കിലും ഉറക്കത്തിലായിരുന്നതിനാൽ അവൾ അത് കേട്ടില്ല. 2 തവണ ശ്രമിച്ച ശേഷം സിമി കോൾ കട്ട് ചെയ്തു. ഗായത്രി എങ്ങനെയായാലും കോളേജിൽ വരുമല്ലോ, അപ്പോൾ സംസാരിക്കാമെന്ന് സിമി വിചാരിച്ചു. സിമി ക്ലാസ് റൂമിലേക്ക് കയറിപ്പോയി. രാഹുലും ശ്രുതിയുമായി അവൾ കത്തിവെച്ചിരുന്നു. ശ്രീജ മാമിൻ്റെ കെയർ ഓഫിൽ ഗായത്രിക്ക് ഹോസ്റ്റലിൽ അഡ്മിഷൻ കിട്ടിയെന്നത് മാത്രമേ രാഹുലിനും ശ്രുതിക്കും അറിയുമായിരുന്നുള്ളൂ. ഗായത്രി എന്താണ് ലേറ്റ് ആവുന്നത് എന്ന് സിമി ചിന്തിച്ചു. അവൾ അത് ശ്രുതിയോട് പറയുകയും ചെയ്തു. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള ബെല്ലടിച്ചതും സിമി ഒന്നുകൂടി ഗായത്രിയെ വിളിച്ചു നോക്കി. പക്ഷേ അവൾ ഫോൺ എടുത്തില്ല. എന്തുപറ്റി? സിമിയുടെ മനസ്സിൽ ആശങ്ക നിറഞ്ഞു. സൂര്യൻ സർ അവരുടെ ക്ലാസ്സിലേക്ക് നടന്നു വരുന്നത് സിമി കണ്ടു. ഇന്ന് ഫസ്റ്റ് പീരിയഡ് സൂര്യൻ സാറിൻ്റേതാണ്. സൂര്യൻ ക്ലാസ്സിലേക്ക് കയറുന്നത് കണ്ടതും സിമി ഫോൺ സൈലന്റ് മോഡിലേക്കാക്കി ബാഗിൽ വെച്ചു. സൂര്യൻ ക്ലാസ്സിലേക്ക് കയറി ക്ലാസ് ആകമാനം ഒന്ന് നോക്കി. അവൻ്റെ കണ്ണുകൾ ഗായത്രി ഇരിക്കുന്ന ഭാഗത്തേക്ക് നീണ്ടു. അവളെ കാണാഞ്ഞപ്പോൾ അവൻ്റെ നെറ്റി ചുളിഞ്ഞു. ഇവളെവിടെ? സിമിയും രാഹുലും ശ്രുതിയുമൊക്കെ ക്ലാസ്സിലിരിക്കുന്നത് സൂര്യൻ ശ്രദ്ധിക്കുകയും ചെയ്തു. പിന്നെ ഗായത്രി മാത്രം എവിടെ പോയി? അവൻ്റെ മനസ്സിലെ കാലുഷ്യം പക്ഷേ അവൻ പുറത്തു കാണിച്ചില്ല. സ്വാഭാവികതയോടെ അവൻ ക്ലാസ് എടുത്തു. തൻ്റെ മനസ്സ് സിമിയോ മറ്റു കുട്ടികളോ ഇപ്പോൾ അറിയേണ്ടെന്ന് അവൻ തീരുമാനിച്ചു. പൊതുവെ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടി കലിപ്പ് മോഡിലായിരുന്നു അവൻ അന്ന് ക്ലാസ്സിൽ. ആദ്യത്തെ അവർ കഴിഞ്ഞ് 2ാമത്തെ അവറിനുള്ള ബെല്ലടിച്ചപ്പോൾ സൂര്യൻ ക്ലാസ് നിർത്തി ഇറങ്ങിപ്പോയി. അടുത്ത ക്ലാസിൻ്റെ സർ പെട്ടെന്ന് തന്നെ അകത്തേക്ക് വന്നതിനാൽ സിമിക്ക് ക്ലാസ്സിന് പുറത്തേക്ക് പോകാനോ ഫോൺ എടുത്ത് ഗായത്രിയെ വിളിച്ചു നോക്കാനോ കഴിഞ്ഞില്ല. അതേസമയം ഡിപ്പാർട്ട്മെൻറ്റിലെ തൻ്റെ റൂമിൽ തിരിച്ചെത്തിയ സൂര്യൻ ഫോൺ എടുത്ത് ഗായത്രിയെ വിളിച്ചു നോക്കി. റിങ് ചെയ്യുന്നുണ്ടെങ്കിലും ഫോൺ എടുക്കുന്നില്ല. അവൻ ദേഷ്യം കൊണ്ട് അടിമുടി വിറച്ചു. തുടരെ അവളുടെ ഫോണിലേക്ക് സൂര്യൻ്റെ കോളുകൾ പോയിക്കൊണ്ടിരുന്നു. അഗാധമായ ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് ഗായത്രി ഞെട്ടി എഴുന്നേറ്റു. ഉച്ചത്തിലുള്ള ബെൽ കേട്ട് അവൾ ചുറ്റും നോക്കി. സ്വബോധത്തിലേക്ക് തിരിച്ചു വരാൻ അവൾക്ക് കുറച്ചു സമയമെടുത്തു. തൻ്റെ ഫോൺ റിങ് ചെയ്യുന്നതാണെന്ന് അവൾക്ക് മനസ്സിലായി. ഈശ്വര, സിമി ആയിരിക്കുമോ? തപ്പിപ്പിടിച്ച് തലേണയ്ക്കടിയിൽ നിന്ന് അവൾ ഫോൺ എടുത്തു. നോക്കുമ്പോൾ സൂര്യൻ സാറാണ്. സർ എന്തിനാ ഇപ്പോൾ വിളിക്കുന്നത്? ഞാൻ കോളേജിൽ വരാത്തത് എന്താണെന്ന് അന്വേഷിക്കാനായിരിക്കുമോ? പെട്ടെന്ന് ഫോൺ നിന്നു.
അപ്പോഴാണ് ഗായത്രി തൻ്റെ ഫോണിൽ 22 മിസ് കോളുകൾ കാണുന്നത്. അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു. അതിൽ 3 മാത്രമേ സിമിയുടേതായിട്ടുള്ളൂ. ബാക്കിയെല്ലാം സൂര്യൻ സാറിൻ്റേതായിരുന്നു. ഫോണിലേക്ക് നോക്കിയിരിക്കുമ്പോൾ തന്നെ അവൾക്ക് വീണ്ടും കോൾ വന്നു. അവൾ വെപ്രാളത്തോടെ ഫോൺ എടുത്തു. ഗായത്രി, ആർ യു ദർ? അവൻ്റെ കനത്ത ശബ്ദം ഫോണിലൂടെ അവൾ കേട്ടു. സൂര്യനാണെങ്കിൽ അത്ര നേരവും താൻ അനുഭവിച്ച മാനസിക സംഘർഷം അവളുടെ ശബ്ദം കേട്ടയുടനെ ഒറ്റ നിമിഷത്തിൽ ഇല്ലാതാവുന്നതറിഞ്ഞു. സോറി സർ, ഞാൻ സാറിൻ്റെ കോളുകൾ അറിഞ്ഞില്ല. ഞാൻ ഉറങ്ങിപ്പോയതായിരുന്നു. അവളുടെ പരിഭ്രമത്തോടെയുള്ള പതുങ്ങിയ പറച്ചിൽ കേട്ട് ഫോണിലൂടെ അവൻ കേട്ടു. സൂര്യൻ ശ്വാസം ആഞ്ഞു വലിച്ചു. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അവൻ്റെ സ്വഭാവത്തിന് കണ്ണു പൊട്ടുന്ന ചീത്ത ഇപ്പോൾ കേട്ടേനെ. ഇവളെ തനിക്ക് വഴക്കു പറയാനും കഴിയുന്നില്ലല്ലോ ദൈവമേ. തനിക്കിന്ന് കോളേജുള്ള കാര്യം മറന്നുപോയതാണോ? ഇങ്ങനെ കിടന്നുറങ്ങാൻ അവൻ ഉടനെ കലിപ്പൻ മാഷായി മാറി. അവൻ്റെ ശബ്ദത്തിലെ ദേഷ്യവും ഗൗരവവും അവൾ അറിഞ്ഞു. അപ്പുറത്ത് ഗായത്രി നിശബ്ദമായി നിൽക്കുകയായിരുന്നു. സൂര്യനിപ്പോൾ ദേഷ്യം വന്നു. തനിക്കൊന്നും പറയാനില്ലേ സർ? എനിക്ക് വിക്കി വിക്കി പറയുന്ന അവളെ അവൻ എനിക്ക് എഴുന്നേറ്റപ്പോൾ വയ്യാതെ വന്നു. വയ്യായികയോ? അവൻ്റെ ശബ്ദമുയർന്നു. എന്തു പറ്റി തനിക്ക്? അവൾ ഉത്തരം പറയുന്നത് മുൻപ് കോൾ കട്ടാവുകയും ഫോണിലേക്ക് വീഡിയോ കോൾ വരികയും ചെയ്തു. ഗായത്രിക്ക് വിഷമമായി. താൻ ആകെ ക്ഷീണിച്ച് വല്ലാത്ത കോലത്തിലാണ് ഇരിക്കുന്നത്. കുളിച്ചിട്ട് പോലുമില്ല. പനി കാരണം കുളിക്കുന്നതിനെ പറ്റി പോലും അവൾക്ക് ആലോചിക്കാൻ കഴിഞ്ഞിരുന്നില്ല. വീഡിയോ കോൾ അവൾ അറ്റൻഡ് ചെയ്തില്ല. ഉടനെ തന്നെ വീണ്ടും വോയിസ് കോൾ എത്തി. ഗായത്രി, താൻ ഫോൺ എടുക്കാതെ അവിടെ എന്തു ചെയ്യുകയാണ്? അവൻ അവളോട് ദേഷ്യപ്പെട്ടു. സർ, ഞാൻ ഇപ്പോഴാണ് എഴുന്നേറ്റത്. ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല. നല്ല ഡ്രസ്സിലൊന്നുമല്ല ഞാൻ. അവൾ വീണ്ടും വിക്കി. എനിക്ക് പനി പോലെയുണ്ട്. അത് കേട്ടപ്പോൾ അവൻ ദേഷ്യം കൊണ്ട് വിറച്ചു. താനൊന്ന് വീഡിയോ കോൾ അറ്റൻഡ് ചെയ്യൂ. തൻ്റെ ഭംഗി കാണാനല്ല ഞാൻ കോൾ എടുക്കാൻ പറഞ്ഞത്. അവൻ്റെ അലർച്ചയിൽ ഗായത്രി ഞെട്ടി ചെവി പൊത്തിപ്പിടിച്ചു. അടുത്ത നിമിഷം വോയിസ് കോൾ കട്ടായി വീണ്ടും വീഡിയോ കോൾ വന്നു തുടങ്ങി. ഗായത്രി പിന്നെ ഒന്നും നോക്കാതെ ഫോൺ അറ്റൻഡ് ചെയ്തു. സോറി സർ. ഫോണിൽ തെളിഞ്ഞ് സൂര്യൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ വളരെ പതുക്കെ പിറുപിറുത്തു. സൂര്യൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്താകെ ഓടി നടന്നു. പാറിപ്പറന്ന മുടി, പനി കൊണ്ടായിരിക്കണം ചുണ്ടും മുഖവുമൊക്കെ ചുകന്നിരിക്കുന്നു. സർ, ഞാൻ ഉച്ചക്കത്തെ ക്ലാസ്സിൽ പോയിക്കോളാം. അവൻ അവളെ ഉറ്റുനോക്കുന്നത് കണ്ട് അവൾ വളരെ പതുക്കെ പറഞ്ഞു. ഞാൻ ക്ലാസ്സിൽ പോകാത്തത് സാറിന് ദേഷ്യമായി എന്ന് അവൾ വിചാരിച്ചു. വേണ്ട വേണ്ട, താൻ ഇന്ന് കോളേജിലേക്കൊന്നും വരേണ്ട, അവൻ പെട്ടെന്ന് പറഞ്ഞു. ഈ പനിയും വച്ച് താൻ എങ്ങനെ ക്ലാസ് അറ്റൻഡ് ചെയ്യും? ഞാൻ തൻ്റെ ഫ്രണ്ട് സിമിയെ അങ്ങോട്ട് പറഞ്ഞു വിടാം. ശ്രീജ മാമിനെയും ഇൻഫോം ചെയ്യാം. വേണ്ട സർ, സിമിയെയും മാമിനെയും ബുദ്ധിമുട്ടിക്കേണ്ട. ഇത് ഒരു ചെറിയ പനിയേ ഉള്ളൂ. ബുദ്ധിമുട്ടാണെന്ന് താനാണോ തീരുമാനിക്കുന്നത്? സൂര്യൻ ഒച്ചയെടുത്തു. അവളുടെ മുഖത്തെ വല്ലായ്മ കണ്ട് അവൻ സ്വയം നിയന്ത്രിച്ചു. താൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? അവൻ വീണ്ടും വഴക്കു പറയുമോ എന്ന ഭയത്തിൽ കഴിച്ചു എന്ന് അവൾ ഉടനെ പറഞ്ഞു. ഗായത്രി, താൻ കള്ളം പറയുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. അവൾ ആകെ വല്ലാതായി. സർ, താൻ എന്താണ് കഴിച്ചത്? അത് അവൾക്ക് എന്തു പറയണമെന്നറിയാതെ മിഴികൾ നിറഞ്ഞു. എന്താടോ? അവൻ്റെ സ്വരത്തിൽ സൗമ്യത കലർന്നതും ഗായത്രി മുഖമുയർത്തി നോക്കി. സർ, താനൊന്നും പറയണ്ട. താൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് തനിക്ക് പാർസലായി ഓർഡർ ചെയ്യാം. അയ്യോ, അതൊന്നും വേണ്ട സർ. വേണ്ടാതെ പിന്നെ?
മോർണിംഗ് മെസ്സൊക്കെ ഹോസ്റ്റലിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. ഒന്നും കഴിക്കാതെ താൻ എങ്ങനെയാണ് മെഡിസിൻ കഴിക്കുന്നത്? താൻ കുറച്ചു നേരം റെസ്റ്റ് എടുക്കൂ. അത്രയും പറഞ്ഞ് സൂര്യൻ ഫോൺ കോൾ കട്ട് ചെയ്തു. ഈ സാറിന് ഇതെന്താണ്? അവൾക്കാകെ പരവേശമായി. സിമി ഇപ്പോൾ ക്ലാസ്സിലായിരിക്കും. ബ്രേക്ക് ടൈമിൽ വിളിക്കാമെന്ന് ഗായത്രി തീരുമാനിച്ചു. സൂര്യൻ ഉടനെ ഓഫീസ് പ്യൂണിനെ പറഞ്ഞയച്ച് ക്ലാസ്സിൽ നിന്ന് സിമിയെ തൻ്റെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചു. 2 മിനിറ്റിനുള്ളിൽ തന്നെ സിമി സൂര്യൻ്റെ ക്യാബിനിൽ എത്തി. സിമി ഗായത്രിയെ വിളിച്ചിരുന്നില്ലേ? വിളിച്ചിരുന്നു സർ, ഫോൺ എടുത്തില്ല. ബ്രേക്ക് ടൈമിൽ വീണ്ടും വിളിക്കാമെന്ന് കരുതിയിരുന്നതാണ്. സിമി, ഗായത്രിക്ക് ഫീവറാണ്. കെൻ യു പ്ലീസ് ടേക്ക് കെയർ ഓഫ് ഹർ? സിമി ഇപ്പോൾ അവളുടെ ഹോസ്റ്റലിൽ ഒന്ന് പോയാൽ നന്നായിരിക്കും. ഗായത്രിക്ക് പനിയാണെന്ന് കേട്ടതും സിമിക്ക് വെപ്രാളമായി. ഞാൻ പോയിക്കോളാം സർ. ഓക്കെ. ഞാൻ ഗായത്രിയെ എക്സാമിൻ ചെയ്യാൻ ഒരു ഡോക്ടറെ ഹോസ്റ്റലിലേക്ക് അയക്കാം. വാർഡനോട് ഞാൻ സംസാരിച്ചോളാം. സൂര്യൻ പറഞ്ഞപ്പോൾ അവൾ തലയാട്ടി. എന്നാൽ താൻ പോയിക്കൊള്ളൂ. സിമി ഉടനെ തന്നെ തിരിച്ചു ക്ലാസ്സിൽ പോയി ബാഗ് എടുത്ത് ഗായത്രിയുടെ ഹോസ്റ്റലിലേക്ക് നടന്നു. അവൾ ഹോസ്റ്റലിൻ്റെ എൻട്രൻസിലെത്തിയപ്പോൾ സൂര്യൻ്റെ കോൾ വന്നു. സിമി, ഞാൻ ഗായത്രിക്ക് സ്വിഗ്ഗിയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. താൻ ഹോസ്റ്റലിൻ്റെ എൻട്രൻസിൽ വെയിറ്റ് ചെയ്യൂ. 2 മിനിറ്റിനുള്ളിൽ ഫുഡ് എത്തും. താനത് വാങ്ങിയിട്ട് റൂമിലേക്ക് പോയിക്കൊള്ളൂ. സിമി എൻട്രൻസിൽ കാത്തുനിന്നു. 1 മിനിറ്റിനുള്ളിൽ തന്നെ ഫുഡ് എത്തി. അവൾ അതും വാങ്ങി ഗായത്രിയുടെ റൂമിലേക്ക് പോയി. ഡോറിൽ നോക്ക് ചെയ്തതും ഗായത്രി വന്ന് വാതിൽ തുറന്നു. സിമിയെ കണ്ടപ്പോൾ അവൾ ഒരു വാടിയ പുഞ്ചിരി നൽകി. സർ വിളിച്ചതാണോ നിന്നെ? അവൾ ചോദിച്ചു. അതെ. എന്താടി പറ്റിയത്? ഒരു രാത്രി കൊണ്ട് ആകെ കോലം കെട്ടുപോയല്ലോ. എല്ലാവർക്കും ഞാനൊരു ബുദ്ധിമുട്ടായി. അത് പറഞ്ഞുകൊണ്ട് ഗായത്രി ഒന്ന് വിതുമ്പി. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ സൂര്യൻ സാറിൻ്റെ കാര്യം, പുള്ളി ഇത് ബുദ്ധിമുട്ട് ചെയ്യുന്നതായി എനിക്ക് തോന്നിയില്ല. എന്താ ഒരു കെയറിങ് തന്നോട്. നിന്നോട് വലിയ ഇഷ്ടമാണ് പെണ്ണെ ആൾക്ക്. നീ ഒന്ന് പോയേ സിമി. ആഹാ, ഞാൻ പറയുമ്പോൾ നിനക്ക് മനസ്സിലാവില്ല. ഇത് നിനക്ക് സാർ ഇഷ്ടത്തോടെ വാങ്ങിത്തന്നു വിട്ട ഇഡ്ലിയും കറിയുമാണ്. ഒരു കള്ളച്ചിരിയോടെ സിമി ഭക്ഷണപ്പൊതി തുറന്ന് ടേബിളിൽ വച്ചു. ഗായത്രിക്ക് ചെറുതായി വിശക്കുന്നുണ്ടായിരുന്നു. നീ കഴിക്ക് ഗായത്രി. സിമി പറഞ്ഞതും ഗായത്രി കൈ കഴുകി വന്ന് കഴിക്കാൻ തുടങ്ങി. കഴിച്ചു കഴിഞ്ഞ് അവൾക്ക് തെല്ലൊരാശ്വാസം തോന്നി. ഇപ്പോൾ ക്ഷീണം കുറവുണ്ടോടി? സിമി അവളോട് അലിവോടെ ചോദിച്ചു. ഗായത്രി പതുക്കെ മൂളി. ഗായത്രിയുടെ മുടിയെല്ലാം സിമി ഒതുക്കി വെച്ചു കൊടുക്കുകയും ചെയ്തു. സൂര്യൻ സാർ ഒരു ഡോക്ടറെ ഇങ്ങോട്ട് അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അയ്യോ, എന്തിന്? ഗായത്രി ആകുലപ്പെട്ടു. നിനക്ക് സുഖമില്ലാത്തതുകൊണ്ട്. ഇതാ ഞാൻ പറഞ്ഞത്, സാറിന് നല്ല കെയറിങ് ഉണ്ട് തന്നോട്. അത് കേട്ട് ഗായത്രിയുടെ മുഖം ചുവന്നു വന്നു. നല്ലോണം ബ്ലഷ് അടിച്ചല്ലോ പെണ്ണെ, സിമി കളിയാക്കി. ഗായത്രി നാണത്തോടെ മുഖം താഴ്ത്തി. ഒന്ന് പോടി, അവൾ പതുക്കെ പറഞ്ഞെങ്കിലും അവളുടെ ചുണ്ടിലെ പുഞ്ചിരി മായ്ക്കാൻ കഴിഞ്ഞില്ല. തുടരും. ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അയക്കാനും മറക്കരുത്. താങ്ക് യു.